ഞാനൊന്ന് നമ്മുടെ നിയമസഭ വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കറിയാം ഞാൻ കുറച്ച് ലേറ്റായി പോയെന്ന്. കുറച്ചല്ല, കുറച്ചധികം. അവിടെ കേരള ലിറ്ററേച്ചർ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ നിഗമനം. ഫുൾ ഫോം. എന്തായാലും ഫ്രീ ആയിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. പാസിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. 14-ാം തീയതി വരെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ നിഗമനം. എന്താല്ലേ, ഞാൻ ഈ ന്യൂസിലും സിനിമയിലും ഒക്കെ നിയമസഭ കണ്ടിട്ടുള്ളൂ. പിന്നെ റോഡിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ നേരിട്ട് ഇത് കാണുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. എനിക്കിങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ കുറേ ഈവൻറ്റ്സ് നടക്കുന്നുണ്ടായിരുന്നു. സ്റ്റുഡൻസ് കോർണർ ഉണ്ടായി. പിന്നെ നമ്മുടെ മെയിനായിട്ട് ബുക്ക് ഫെസ്റ്റിവൽ ആണ് കേട്ടോ. ബുക്സ് എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമാണ്. ബുക്സിനെ പ്രണയിക്കുന്നവർക്ക് പറ്റിയ സ്ഥലമായിരുന്നു. എല്ലാ പബ്ലിക്കേഷൻ്റെയും കുറേ അധികം ബുക്സ് ഉണ്ടായിരുന്നു കേട്ടോ. നടന്നിട്ട് തീരുന്നേ ഉണ്ടായിരുന്നില്ല, അത്രമാത്രം ബുക്സ് ഉണ്ടായിരുന്നേ. എന്തായാലും ബുക്ക് സ്റ്റോളിൽ വന്നതല്ലേ, ബുക്ക് ഫെസ്റ്റിന് വന്നതല്ലേ, അപ്പം ഞാനും വാങ്ങി ഈ ഒരു ബുക്ക്. ഇത് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ എങ്ങനെ ഉണ്ടായിരുന്നുള്ള കാര്യം. അപ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ കുറേ സ്റ്റേജസ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കുറേ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഉള്ളിൽ കയറാം. ആക്ച്വലി നമ്മുടെ നിയമസഭയിൽ നമ്മുടെ സഭ നടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ നമുക്ക് കയറാട്ടോ. അവിടെ ഗാലറി കയറുമ്പോൾ നമുക്കൊരു സെഷനൊക്കെ എടുത്തരും. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അവിടെ ആക്ച്വലി ക്യാമറ റെസ്ട്രിക്റ്റഡ് ആണ്, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാൻ. കുറെ കാര്യങ്ങളും അറിവുകളും കിട്ടിയിട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റേജ് പെർഫോമൻസ് നടക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. അപ്പോഴാണ് തെയ്യം കാണാൻ പോകാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കണ്ണൂരിലെ തെയ്യം നേരിട്ട് കാണുന്നത്. പക്ഷെ കണ്ണൂരല്ല, ഇവിടുത്തെ ഒരു പ്രോഗ്രാം പോലെ അവരെന്നും ഓരോ തെയ്യങ്ങളായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നേ. അടിപൊളിയായിരുന്നു കേട്ടോ. വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൻ്റെ പേരറിയാന്നുള്ളവർ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അടിപൊളിയൊരു ദിവസം അവിടെ കഴിഞ്ഞു. അപ്പം ശരി, ഓക്കെടാ, ബൈ. കുറേ പേര് ഗീവ് അവയുടെ റിസൾട്ട് അനൗൺസിന് എന്നാന്ന് ചോദിച്ചു. ജാനുവരി 26 ആണേ. അപ്പോൾ ഓക്കെടാ, ബൈ.